നമ്മൾ ഈ ട്യൂട്ടോറിയൽ പഠിക്കുന്നത് എന്താണ് JavaScript ES6 എന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുമാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് JavaScript അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ കോഡ് എഡിറ്റർ, സോ ഗൂഗിളിൽ വന്നതിന് ശേഷം VS Code എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആദ്യം കാണുന്ന വെബ്സൈറ്റ് code.visualstudio.com അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നിന്ന് നമ്മൾ VS Code ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ NodeJS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ NodeJS എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ nodejs.org എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് JavaScript അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ നമ്മുടെ ചാനലിൽ തന്നെ JavaScriptൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് JavaScript ES6. സോ നിങ്ങൾ JavaScript പഠിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ES6 എന്ന് പറയുന്നൊരു വേർഡ് കേട്ടിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ എന്താണ് ES6, അതുപോലെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ആദ്യമായി എന്താണ് JavaScript ES6 എന്ന് നോക്കാം. സോ JavaScript ES6 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ECMAScript 2015 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ECMAScript 6 എന്ന് വിളിക്കാം. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ES6 എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് JavaScriptൻ്റെ ഒരു വേർഷൻ ആയിരുന്നു, ഒരു പുതിയ വേർഷൻ ആയിരുന്നു. 2015 റിലീസ് ചെയ്തൊരു വേർഷൻ ആയിരുന്നു. സോ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പോലെ തന്നെ JavaScript പ്രോഗ്രാമും ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിൽ 2015 വന്ന ഒരു വേർഷനാണ് JavaScript ES6 എന്ന് പറയുന്നത്. സോ ഒരുപാട് വേർഷൻസ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ES6 പ്രത്യേകത വരാൻ കാരണം ഈ ഒരു ES6 ഒരുപാട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ JavaScript പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് JavaScript ES6 ഇത്ര പോപ്പുലർ ആവാൻ കാരണം. സോ ഇതിൽ നിങ്ങൾക്കിവിടെ ECMAScript എന്ന് കാണാൻ സാധിക്കും. സോ നമുക്ക് എന്താണ് ECMAScript എന്ന് നോക്കാം. ECMAScript എന്ന് പറയുന്നത് JavaScriptൻ്റെ ഒരു സ്പെസിഫിക്കേഷനാണ്. ഈ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് JavaScript അപ്ഡേറ്റ് ചെയ്യുന്നത്, JavaScriptലോട്ട് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതുമൊക്കെ. സോ ECMAScript എന്ന് പറയുന്നത് JavaScriptൻ്റെ ഒരു സ്പെസിഫിക്കേഷനാണ്, സിംപിളി പറയുകയാണെങ്കിൽ. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ECMA ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ECMA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. സോ ഇത് JavaScriptന് മാത്രമല്ല മറ്റൊരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കും ഇതുപോലെ ഇവർ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ECMA എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ECMAinternational.org എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓർഗനൈസേഷനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ECMA എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷനാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സോ ES6 എന്ന് പറയുന്നത് 2015 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു JavaScriptൻ്റെ വേർഷനാണ്. സോ ഇത് ഇത്ര പോപ്പുലർ ആവാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പുതിയ JavaScript ഫ്രെയിംവർക്കിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തത് ഈ JavaScript ES6 മുതലാണ്. സോ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം JavaScriptൻ്റെ വേർഷൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. സോ ഫസ്റ്റ് വേർഷൻ 1997 മുതൽ 2021 വരെയുള്ള നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 6ാമത്തെ എഡിഷനായിട്ട് വന്നതാണ് ES6. ജൂൺ 2015 ഇത് വരുന്നത്. ഇതിനെ ECMAScript 2015 അല്ലെങ്കിൽ ES 2015 എന്നും വിളിക്കുന്നുണ്ട്. സോ ബാക്കിയുള്ള വേർഷൻസ് ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓരോ വേർഷൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് സോ ES6 പ്രധാനപ്പെട്ട ES6 വേർഷനിൽ പുതുതായി ആഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അതുപോലെ അതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള വേർഷനുകളിലും ആഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, നമുക്ക് ആവശ്യമായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്, നമ്മൾ എന്തിനാണ് ES6 പഠിക്കുന്നത്? സോ നമ്മൾ ES6 പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പുതിയ JavaScript ലൈബ്രറീസായി നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ലൈബ്രറീസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ES6 ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കും. സോ ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ആരോ ഫംഗ്ഷൻ, സോ ES6 ഒരു ഫീച്ചറാണത്. സോ അതൊക്കെ നമ്മൾ ഇതിൽ ഈ കാണുന്ന ഏതെങ്കിലും ഒരു JavaScript ലൈബ്രറീസോ അല്ലെങ്കിൽ ഫ്രെയിം വർക്കോ ഉപയോഗിക്കുമ്പോൾ നമ്മളത് സാധാരണ ഉപയോഗിക്കുന്നതായിരിക്കും. സോ ഇത് ഏതെങ്കിലും നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് JavaScript ES6 ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും.